ഡൽഹി സർക്കാരിന്റെ വിവാദ മദ്യനയം കാരണം ഖജനാവിന് നഷ്ടമുണ്ടായി എന്ന് CAG റിപ്പോർട്ട്. മദ്യനയത്തിലെ ക്രമക്കേടുകളിൽ ഖജനാവിന് 2026 കോടി രൂപയുടെ വരുമാനം നഷ്ടമുണ്ടായെന്നും ലൈസൻസ് അനുവദിച്ചതിൽ വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ട്. നേരത്തെ അഴിമതിക്കെതിരെ പോരാടിയ കെജ്രിവാൾ ഇന്ന് സ്വന്തം അഴിമതി കേസുകളിൽ ഉത്തരം നൽകേണ്ട അവസ്ഥയാണെന്ന് BJP വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ പുറത്തുവന്ന CAG റിപ്പോർട്ട് ഡൽഹി ആം ആദ്മി സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. 2021 കെജ്രിവാൾ സർക്കാർ അവതരിപ്പിച്ച മദ്യനയത്തിലെ ക്രമക്കേടുകൾ കാരണം സർക്കാർ ഖജനാവിന് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. ലൈസൻസ് അനുവദിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. സർക്കാരിന്റെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു. വിദഗ്ധ പാനലിന്റെ നിർദ്ദേശങ്ങൾ പോലും പൂർണ്ണമായും അവഗണിച്ചെന്നും CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ആം ആദ്മി ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും മുൻപ് അഴിമതിക്കെതിരെ പോരാടിയ കെജ്രിവാൾ ഇന്ന് സ്വന്തം അഴിമതി കേസുകളിൽ ഉത്തരം നൽകേണ്ട അവസ്ഥയാണെന്നും BJP MP അനുരാഗ് സിംഗ് ठाकुर പറഞ്ഞു. अगर पॉलिसी इतनी अच्छी थी भाई वापस क्यों ली? और अगर आपको डर नहीं तो CNG की रिपोर्ट पे आपने टेबल क्यों नहीं की और अब जवाब क्यों नहीं देते हो? और मेरा दूसरा सवाल यह है कि जब आप राजनीति में नहीं थे तब तो आप 2G घोटाले और बाकी सब पे गला फाड़ फाड़ के कहते थे कि सोनिया गांधी को जेल के अंदर करो, CBI उनका रिमांड ले और सच्चाई बाहर आएगी। आज वो अरविंद केजरीवाल कहां चले गए जो आज से 11 साल पहले बड़ी बड़ी ढींके हाथ. മദ്യനയ അഴിമതിയിലൂടെ 600 കോടിയിലധികം രൂപയുടെ അഴിമതി പണം ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റിയെന്ന് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാളാണ് അഴിമതിയുടെ സൂത്രധാരനെന്നും കുറ്റപത്രത്തിൽ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് നിലവിൽ പുറത്തുവന്ന CAG റിപ്പോർട്ട്. വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ആം ആദ്മിയെ പിന്തുണച്ച കോൺഗ്രസും CAG റിപ്പോർട്ട് പുറത്തുവന്നതോടെ കെജ്രിവാളിനെതിരെ വിമർശനം ഉന്നയിച്ചു. കെജ്രിവാൾ അഴിമതി നടത്തിയെന്ന് വ്യക്തമായതായി ന്യൂഡൽഹി കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് പറഞ്ഞു. ജനം, ഡൽഹി.